ഹായ് ഡിയർ, എന്തൊക്കെയുണ്ട്? കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പം നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന LP-UP ലിസ്റ്റുകളെ കുറിച്ചാണ്. LPSA, UPSA ലിസ്റ്റുകളാണ്. ലിസ്റ്റുകൾ വെട്ടിച്ചുരുക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. തീർച്ചയായും അതിന്റെ ഉത്തരം വെട്ടിച്ചുരുക്കിയിട്ടുണ്ടെന്നാണ്. ആലപ്പുഴ ജില്ല ഒഴിച്ചുള്ള എല്ലാ ജില്ലകളിലും ലിസ്റ്റുകൾ വെട്ടി ചുരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ LP-UP ആണ് ലിസ്റ്റുകൾ. നോക്കുക എത്രയായിരുന്നു കട്ട് ഓഫ്, എല്ലാ ജില്ലകളുടെയും നോക്കാം. LP-UP നോക്കുന്നുണ്ട്, ലിസ്റ്റിൽ എത്ര ആളുകളാണെന്ന് നോക്കുന്നുണ്ട്, നിലവിൽ എത്ര നിയമന നില എന്താണ്, എപ്പോഴാണ് ലിസ്റ്റിന്റെ കാലാവധി, ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുക, പുതിയ ലിസ്റ്റ് എപ്പോ വരും എന്നൊക്കെ ഒന്ന് നമുക്ക് വിശദമായി നോക്കാം. അപ്പോൾ കൂടെ ചേർന്നോളൂ, എല്ലാ ജില്ലകളുടെയും പറയുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ തലസ്ഥാന നഗരിയിലേക്ക് പോവുകയാണ്. എവിടെയാണ്? തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് എത്രയാണ് UP-യുടെ കട്ട് ഓഫ്? UP-യുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 62.33 ആണ്. എത്രയാണ്? 62.33 ആണ്. മെയിൻ ലിസ്റ്റിൽ ആകെ 554 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്രയാണ്? 554. സപ്ലിമെന്ററി ലിസ്റ്റും ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആണ്, ഡിസേബിൾഡ് ലിസ്റ്റും അതും കൂടി ചേർത്താണ് പറയുന്നത് 567. സപ്ലിമെന്ററി മുഴുവൻ മൊത്തത്തിൽ ഒരുമിച്ച് എടുത്തിട്ടാണ് പറയുന്നത്. 554 മെയിൻ ലിസ്റ്റ്, സപ്ലിമെന്ററി 567. ആകെ 1121 പേരാണ് UP-യുടെ ലിസ്റ്റിലുള്ളത് മനസ്സിലാക്കുക. ഇനി LP-യിലേക്ക് വരുമ്പോൾ LP-യുടെ കട്ട് ഓഫ് 41.67 ആയിരുന്നു. എത്രയാണ്? 41.67. അങ്ങനെ മെയിൻ ലിസ്റ്റിൽ 580ഉം സപ്ലിമെന്ററി ലിസ്റ്റിൽ 563 പേരും ആകെ 1143 പേർ. ഇങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലയുടെ UP LP കട്ട് ഓഫും മെയിൻ ലിസ്റ്റിലും റാങ്ക് ലിസ്റ്റിലും ആകെ ഉൾപ്പെട്ട, റാങ്ക് ലിസ്റ്റില മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലും കൂടി ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, തിരുവനന്തപുരം ജില്ല കട്ട് ഓഫ് നോക്കുക 62.33ഉം 41.67. ഇനി ഇതിന്റെ നിയമനം നോക്കിയാൽ UP-യിൽ ഇതുവരെ 324 അഡ്വൈസ് ആണ് ടോട്ടലായി നടന്നിരിക്കുന്നത്. എത്രയാണ്? 324 അഡ്വൈസ്. 10/10/2022 ഇതിന്റെ ലിസ്റ്റ് വന്നിരിക്കുന്നത്. അതുപ്രകാരം 10/10/2025 വരെ നമുക്ക് കാലാവധി കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല. 9/10/2025 അർദ്ധരാത്രിയോടുകൂടി ഈ ലിസ്റ്റിന്റെ കാലാവധി തീരും. 9/10/2025 അർദ്ധരാത്രിയോടുകൂടി ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി, അതായത് അടുത്ത വർഷം, അതായത് ഇനി ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ പുതിയ വർഷമായി. അപ്പൊ അടുത്ത വർഷം 2025 ഒക്ടോബർ 9-ാം തീയതി വരെ ഈ ഒരു ലിസ്റ്റിന് കാലാവധിയുണ്ട്. ആകെ 324 അഡ്വൈസ് മാത്രമാണ് നടന്നിരിക്കുന്നത്. ഓപ്പണിൽ 254-ാമത്തെ വ്യക്തിയാണ് ഇതുവരെ പോയിരിക്കുന്നത്. ഈഴവ 265. ബാക്കി നിങ്ങൾ ഈ കാണുന്നതാണ്, നോക്കി മനസ്സിലാക്കി. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ഒരുപാട് കൂടും, അതുകൊണ്ടാണ്. ഓക്കെ, ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ഇനി LP-യിലേക്ക് വന്നാലോ? LP-യിൽ ആകെ 479 നിയമനങ്ങളാണ് ഇതുവരെ നടന്നിരിക്കുന്നത്. LP-യിൽ 479 നിയമനങ്ങൾ. ഇതാ 31/5/2022 നിലവിൽ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. 30/5/25 റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയും. ഇവിടെ LP-ക്കാരെ സംബന്ധിച്ച് വളരെ വലിയൊരു ആഘാതം അവരെ സൃഷ്ടിക്കുന്നതെന്ന് വെച്ചാൽ 31-ന് നടക്കേണ്ട റിട്ടയർമെന്റ് വേക്കൻസികൾ ഇവർക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. 31-ന് നടക്കേണ്ട റിട്ടയർമെന്റ് വേക്കൻസികൾ എന്ത് ചെയ്യും? ഇവർക്ക് നഷ്ടപ്പെടും. കാരണം ഒരു ദിവസത്തെ ഒരു ഗ്യാപ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു 31-ന് നടക്കേണ്ട റിട്ടയർമെന്റ് വേക്കൻസികളൊക്കെ എന്ത് ചെയ്യും? ഈ ഒരു LPSA മുഴുവൻ ജില്ലകൾക്കും കിട്ടിയേനെ. പക്ഷെ എന്താണ്, 30-ാം തീയതി അർദ്ധരാത്രിയോടുകൂടി ഇതിന്റെ കാലാവധി തീരുന്നതിനാൽ അവർക്ക് 31-ന്റെ ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുമെന്നുള്ളൊരു വിഷമമുണ്ട്. അതിനവർ പലപ്പോഴും പല ആളുകളെയും കണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മാറിക്കിട്ടും. ഓക്കെ, അത് നോക്കാം. ആകെ 479 അഡ്വൈസ് ആണ് നടന്നിരിക്കുന്നത്. 343-ാമത്തെ വ്യക്തിയാണ് ഓപ്പണിൽ പോയിരിക്കുന്നത്. ഓക്കെ, അത് ഏതാ ഈഴവക്കാരനായ ആളാണ് 343. അത് ഓപ്പണിലാണ് പോയിരിക്കുന്നതെന്ന് ഓർക്കുക. ഓക്കെ, ഇനി മറ്റൊരു ജില്ല നമുക്ക് നോക്കാം. ഏതാണ്? കൊല്ലം ജില്ലയുടെ കട്ട് ഓഫ് എത്രയാണ്? 65.33. 65.33 ആണ് കൊല്ലം ജില്ലയുടെ UP കട്ട് ഓഫ്. ആകെ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 215ഉം സപ്ലിമെന്ററി ലിസ്റ്റിൽ 243. ആകെ ടോട്ടൽ 458 പേരാണ് കൊല്ലം ജില്ലയുടെ UPSA ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 65.33 ആണ് കട്ട് ഓഫ്. 215 പേരെ മെയിൻ ലിസ്റ്റിലുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതേസമയം LP-യുടെ ആണെങ്കിൽ 43.67 ആണ് കട്ട് ഓഫ്. 43.67.
എത്രയാ? മെയിൻ ലിസ്റ്റിൽ 481 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 450, ആകെ 931 പേർ. ആകെ 931 പേർ. ഇനി നമുക്ക് നിയമന അഡ്വൈസ് നോക്കിയാൽ UP ഇതുവരെ 132 അഡ്വൈസ് മാത്രമേ ആകെ നടന്നിട്ടുള്ളൂ. ആകെ 132 അഡ്വൈസ് മാത്രമാണ് കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ട് UPSA നടന്നിരിക്കുന്നത്. അതായത് 9/10/25 ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി കഴിയും. 2 വർഷം കഴിഞ്ഞിട്ടും നടന്ന നിയമനങ്ങളാണ് 132 എണ്ണം. ഓക്കെ, നോക്കാം. ഓപ്പൺ കാറ്റഗറിയിലുള്ള 89ാമത്തെ റാങ്കുകാരനാണ് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് ഇതുവരെ വന്നിട്ടുള്ളത്. ഈഴവ 101, SC 287 എന്നിങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾ നോക്കുക. LP യിലേക്ക് വന്നാലോ, LP യിൽ ആകെ 357 നിയമനങ്ങളാണ് നടന്നിരിക്കുന്നത്. 357 നിയമനങ്ങൾ. 30/5/2020 എന്താണ് 25 ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും. 357. ഓപ്പൺ കാറ്റഗറിയിൽ 284 പേർക്കാണ് നിയമനം കിട്ടിയിരിക്കുന്നത്. 84ാമത്തെ വ്യക്തിക്കാണ് നിയമനം കിട്ടിയിരിക്കുന്നത്. അടുത്തത് ആലപ്പുഴ ജില്ലയിലേക്ക് നിങ്ങൾ വരിക. ആലപ്പുഴ ജില്ലയിൽ നോക്കാം. 61.33 കട്ട് ഓഫ്. 61.33. മെയിൻ ലിസ്റ്റിൽ 220 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 238 പേരുമുണ്ട്. ടോട്ടൽ 458. ടോട്ടൽ 458. കട്ട് ഓഫ് 61.33 ആണ്. UP യിലേക്ക് വരുമ്പോൾ അത് 42.33 മാറും. 42.33. അവിടെ മെയിൻ ലിസ്റ്റിൽ 264 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 257 പേരും. ആകെ 521 പേരാണ്. 61.33 42.33 ഇവിടെ ആലപ്പുഴ ജില്ലയുടെ കട്ട് ഓഫ്. ആലപ്പുഴ ജില്ലയിലേക്ക് വന്നാൽ ഇതുവരെ 127 പേർക്കാണ് നിയമനം UP യിൽ ലഭിച്ചിരിക്കുന്നത്. എത്ര? 127 പേർക്ക്. അതിൽ ഓപ്പണിൽ 89ാമത്തെ റാങ്കുകാരന് കിട്ടി. ഈഴവ 90ാമത്തെ റാങ്കുകാരനും കിട്ടി. അതുപോലെ തന്നെ മുസ്ലിം 151, SC ST ഒക്കെ സപ്ലിയിൽ എത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ ആ ഓരോ നോക്കുക. ആകെ 127 പേർക്ക് നിയമനം കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി LP യിലേക്ക് വന്നാലോ 193 പേർക്കാണ് ആലപ്പുഴ ജില്ലയിൽ ഇതുവരെ ജോലി കിട്ടിയിരിക്കുന്നത്. 193 പേർക്ക്. അതിൽ ഓപ്പണിൽ 158ാമത്തെ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഈഴവ 163. ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇതാണ് LP യുടെയും UP യുടെയും നിലവിലെ നിയമന നില എന്ന് പറയുമ്പോൾ. അടുത്തത് പത്തനംതിട്ട ജില്ലയിലേക്ക് വരുമ്പോൾ കട്ട് ഓഫ് UP 55.33 ആയി. 55.33 ആയി എവിടെ? പത്തനംതിട്ട. ഓക്കെ, ഇനി മെയിൻ ലിസ്റ്റിൽ 99 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിൽ 99 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 129 പേരും. മെയിൻ ലിസ്റ്റിൽ 99, സപ്ലിമെന്ററിയിൽ 129. ആകെ 228 പേരാണ് പത്തനംതിട്ട ജില്ലയുടെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. UP യിലേക്ക് വരുമ്പോൾ അത് കട്ട് ഓഫ് 39 ആയി മാറി. LP യിൽ 39, മെയിൻ ലിസ്റ്റിൽ 307 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 289 പേരും. ആകെ 596 പേർ. ആകെ 596 പേർ. നിങ്ങൾ നോക്കുക, UP യിൽ ഇതുവരെ ആകെ നടന്ന നിയമനം എന്ന് പറയുന്നത് 38 ആണ്. പത്തനംതിട്ടയിലെ UP നിയമനം ആകെ 38 എണ്ണമാണ് ആകെ പത്തനംതിട്ടയിൽ നടന്നിരിക്കുന്നത്. അതിൽ ഓപ്പൺ കാറ്റഗറിയിലുള്ള 22ാമത് റാങ്ക് കിട്ടിയ ആൾക്കാണ് ഇപ്പോൾ ഇതുവരെ നിയമനം പോയിരിക്കുന്നത്. 22ാമത്തെ റാങ്കുകാരൻ. ഈഴവയിൽ 38ാമത്തെ റാങ്കുകാരൻ. ഇങ്ങനെയാണ്. ഇതിൽ മുസ്ലിം വിഭാഗത്തിലെ 118ാമത്തെ റാങ്കുകാരനാണ് കൂടുതൽ ഇത് കിട്ടിയിരിക്കുന്നത്. അല്ലാത്തെല്ലാം ആ കുറവാണ്. SC ST ഒക്കെ സപ്ലി പോയി എന്ന് നിങ്ങൾ ഓർക്കുക. ഓക്കെ, ഇനി LP യിലേക്ക് വന്നാലോ. LP യിൽ ഇതുവരെ 239 നിയമനങ്ങളാണ് നടന്നിരിക്കുന്നത്. എത്രയാണ്? 239 നിയമനങ്ങൾ. ഓക്കെ, അതിൽ ഓപ്പൺ കാറ്റഗറിയിലുള്ള 207ാമത്തെ റാങ്കുള്ള വ്യക്തിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ഈഴവയിൽ 216ാമത്തെ റാങ്കുള്ളവനും ജോലി കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയൊക്കെ ആ രീതിയിലൊന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പത്തനംതിട്ടയിൽ നേരെ കോട്ടയത്ത് എത്തുമ്പോൾ കോട്ടയത്തെ കട്ട് ഓഫ് 59 ആണ്. UPSA കോട്ടയം കട്ട് ഓഫ് 59 ആണ്. മെയിൻ ലിസ്റ്റിൽ 104 പേരാണ്. മെയിൻ ലിസ്റ്റിൽ 104, സപ്ലിമെന്ററി ലിസ്റ്റിൽ 131 പേരും. ആകെ 235 പേരാണ് ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 235 പേർ. ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്, എറർ. ഇവിടെ എവിടെയോ ഒന്ന് കുറവ് കൂടിയോ ഒന്ന് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കുക. ചെറിയൊരു മാറ്റം ഒന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റേഞ്ചിലാണ് ഉള്ളത്. ഓക്കെ, ഇനി LP യിലേക്ക് വന്നാൽ അത് 39 ആണ് കട്ട് ഓഫ്.
205 പേർ മെയിൻ ലിസ്റ്റിലും 207 പേർ സപ്ലിമെന്ററി ലിസ്റ്റിലും, ആകെ 412 പേർ. UP-യിൽ 59, LP-യിൽ 39 എന്നിങ്ങനെ കോട്ടയം ജില്ലയുടെ കട്ട് ഓഫ്. ആളുകളൊക്കെ 104 പേരെ മെയിൻ ലിസ്റ്റിലുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. LP-യിലാണെങ്കിൽ 205 പേർ. കാരണം കോട്ടയത്ത് ഇതുവരെ UP-യിൽ അഡ്വൈസ് പോയിരിക്കുന്നത് 70 പേർക്കാണ്. ആകെ അഡ്വൈസ് 70 പേർക്കാണ് ഇതുവരെ പോയിരിക്കുന്നത്. 2 വർഷം കഴിഞ്ഞിട്ടും ഈ 70 പേർക്കാണ് ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അത്രത്തോളം എന്താണ് 10 എന്ന് പറയുമ്പോൾ 9 മാസത്തോളം മാത്രമേ ഇനി നമ്മുടെ മുന്നിലുള്ളൂ. 10ാം മാസം മുഴുവൻ ഇല്ല എന്ന് മനസ്സിലാക്കുക. അതിൽ ഓപ്പൺ കാറ്റഗറിയിലെ 50ാമത്തെ റാങ്കുകാരനാണ് ഇതുവരെ നിയമനം കിട്ടിയിരിക്കുന്നത്. LP-യിലേക്ക് വരുമ്പോൾ ഇതുവരെ 172 അഡ്വൈസ് ആണ് ആകെ പോയിരിക്കുന്നത്. അതായത് കോട്ടയം ജില്ലയിൽ 172 അഡ്വൈസ് ആണ് LP-യിൽ പോയിരിക്കുന്നത്. നമുക്കറിയാം ഏകദേശം 5 മാസം മാത്രമാണ് ഇനി ഇതിന്റെ കാലാവധി. 5 മാസമാണ് ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. അതിൽ ഓപ്പൺ കാറ്റഗറിയിലെ 130ാമത്തെ റാങ്കുകാരന് നിയമനം കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇടുക്കി ജില്ലയിലേക്ക് വന്നാൽ കട്ട് ഓഫ് 57 ആണ്. UP കട്ട് ഓഫ് 57. ഇടുക്കിയിൽ UP-യുടെ കട്ട് ഓഫ് 57 ആണ്. പല മെയിൻ ലിസ്റ്റിൽ 125 പേരും സപ്ലി ലിസ്റ്റിൽ 136 പേരുമുണ്ട്. ആകെ 261 പേരാണ് ഇടുക്കി ജില്ലയുടെ UP ലിസ്റ്റിലുള്ളത്. 125 പേർ മെയിൻ ലിസ്റ്റ്, 57 ആണ് കട്ട് ഓഫ്. LP-യിലേക്ക് വന്നാൽ അത് 38.67 ആയി. LP-യിൽ 38.67, മെയിൻ ലിസ്റ്റിൽ 150 പേരും സപ്ലിമെന്റിൽ 151 പേരും, ആകെ 301 പേരാണ് LP ഇടുക്കി ജില്ലയുടെ ലിസ്റ്റിൽ ഉള്ളത്. നോക്കാം, ഇടുക്കിയിൽ ഇതുവരെ UP-യിലുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് 63 പേർക്കാണ്. ആകെ 69 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് UP-യിൽ. 40ാമത്തെ റാങ്കുകാരന് ഓപ്പൺ കാറ്റഗറിയിൽ നിയമനം ലഭിച്ചതേ ഉള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. 9 മാസമാണ് ഇനി ഇതിൻ ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. LP-യിലേക്ക് വരുമ്പോൾ അത് 99 ആണ് അഡ്വൈസ് പോയിരിക്കുന്നത്. LP-യിലേക്ക് ഇതുവരെ 99 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് എന്ന് ഓർക്കുക. 5 മാസമാണ് ഇനി ആകെയുള്ള കാലാവധി റാങ്ക് ലിസ്റ്റിൻ്റെത്. ഓപ്പൺ കാറ്റഗറിയിലുള്ള 73ാം റാങ്കുകാരനാണ് നിയമനം ഇതുവരെ ഓപ്പൺ വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഇനി എറണാകുളത്തേക്ക് വന്നാൽ 61.67 ആണ് UP-യുടെ കട്ട് ഓഫ്. എറണാകുളം 61.67 ആണ് കട്ട് ഓഫ്. മെയിൻ ലിസ്റ്റിൽ 232 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 265 പേരുമാണ്. ആകെ 497 പേർ. അതായത് ആകെ എറണാകുളം ജില്ലയിൽ UPSI ലിസ്റ്റിൽ 497 പേരാണ് ആകെ ഉള്ളത്. അതിൽ മെയിൻ ലിസ്റ്റിൽ 232 പേർ. 61.67 ആയിരുന്നു കട്ട് ഓഫ്. LP-യുടെ ആണെങ്കിലോ 39.67 ആണ് കട്ട് ഓഫ്. LP 39.67, മെയിൻ ലിസ്റ്റിൽ 279 പേർ, സപ്ലിമെന്ററി ലിസ്റ്റിൽ 258 പേർ, ടോട്ടലി 537 പേർ എന്നിങ്ങനെയാണ്. അതായത് LP-യിൽ 39.67 ആണ് കട്ട് ഓഫ്, മെയിൻ ലിസ്റ്റിൽ 279, സപ്ലിമെന്ററി ലിസ്റ്റിൽ 252, ആകെ 537 പേർ. നോക്കാം, UP എറണാകുളം ജില്ല ഇതുവരെ 147 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ആകെ 147 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നതെന്ന് ചിന്തിക്കുക. 9 മാസമാണ് ഇനി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. 104ാമത്തെ റാങ്കുകാരനാണ് ഓപ്പൺ കാറ്റഗറിയിൽ ഇതുവരെ നിയമനം ലഭിച്ചിരിക്കുന്നത്. 104ാമത്തെ റാങ്കുകാരന്. LP-യിലേക്ക് വന്നാലോ, LP-യിലേക്ക് എത്തുമ്പോൾ അത് ആകെ അഡ്വൈസ് 230 ആണ്. 230 അഡ്വൈസ് ആണ് ആകെ ഇപ്പോൾ പോയിരിക്കുന്നത്. അതിൽ ഓപ്പൺ കാറ്റഗറിയിലുള്ള 186ാമത്തെ റാങ്കുകാരന് വരെ അവിടെ ജോലി ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക എറണാകുളം. ഇനി തൃശ്ശൂരിലേക്ക് വരുമ്പോൾ കട്ട് ഓഫ് 62.67 ആയി. തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ കട്ട് ഓഫ് 62.67 ആകും. മെയിൻ ലിസ്റ്റിൽ 333 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 346 പേരും. ആകെ 679 പേരാണ് തൃശ്ശൂർ ജില്ലയുടെ UPSI ലിസ്റ്റിലുള്ളത്. 62.67 കട്ട് ഓഫോ അതിന് മുകളിൽ നേടിയ 333 പേര്, സപ്ലിമെന്ററി ലിസ്റ്റിൽ 346, ആകെ 679. LP-യിലേക്ക് എത്തുമ്പോൾ 42 കട്ട് ഓഫ്. LP 42 ആണ് കട്ട് ഓഫ്. മെയിൻ ലിസ്റ്റിൽ ആകെ 503 പേരും, സപ്ലിമെന്ററി ലിസ്റ്റിൽ 464 പേരും, ആകെ ടോട്ടൽ 967 പേരുമാണ് തൃശ്ശൂർ ജില്ലയുടെ LPSI ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നോക്കാം, തൃശ്ശൂർ ജില്ല ഇതുവരെ UP ലിസ്റ്റിൽ നിയമനം എന്ന് പറയുന്നത് 195 ആണ്. 195 പേർക്കാണ് ഇതുവരെ തൃശ്ശൂർ ജില്ല UP സ്കൂൾ അസിസ്റ്റന്റ് ആയിട്ട് നിയമനം ലഭിച്ചിരിക്കുന്നത്. അതിൽ 151ാമത്തെ റാങ്ക് നേടിയ ആൾക്കാണ് ഓപ്പൺ കാറ്റഗറിയിൽ ഇതുവരെ നിയമനം ലഭിച്ചിട്ടുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. ഇനി 9 മാസക്കാലം മാത്രമാണ് ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി. LP-യിലേക്ക് എത്തുമ്പോൾ അത് 371 ആയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയുടെ LP അഡ്വൈസ് എന്ന് പറയുന്നത് 371 ആണ്. ആകെ 5 മാസത്തോളം മാത്രമാണ് ഇനി കാലാവധി ഉള്ളത് ലിസ്റ്റിന്. അതിൽ ഓപ്പൺ കാറ്റഗറിയിലുള്ള 304ാമത്തെ റാങ്കുകാരന് ജോലി അല്ലെങ്കിൽ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്.
പാലക്കാടേക്ക് എത്തുമ്പോൾ അത് 64.33 കട്ട് ഓഫ്. യു പി കട്ട് ഓഫ് 64.33, UPSA 64.33. മെയിൻ ലിസ്റ്റിൽ 336 പേർ. എത്രയാണ്? 336. സപ്ലിമെന്ററി ലിസ്റ്റിൽ അത് 358 ആണ്. 358. ആകെ 694 പേർക്കാണ് പാലക്കാട് ജില്ലയുടെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ജോലി ഇതുവരെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, പാലക്കാട് ജില്ലയുടെ UPSA ലിസ്റ്റിൽ. ഇനി LPയിലേക്ക് വരുമ്പോൾ 46.33 കട്ട് ഓഫ്. 46.33. മെയിൻ ലിസ്റ്റിൽ എത്രയാണ്? 349 പേർ. സപ്ലിമെന്ററി ലിസ്റ്റിൽ 334 പേർ. ആകെ 683 പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് കട്ട് ഓഫ് 46.33 ആണ്, ഇവിടെ 64.33. നോക്കാം, പാലക്കാട് ജില്ലയുടെ UPയിൽ ഇതുവരെ 197 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. 197. 2 അഡ്വൈസ് വന്നിട്ടുണ്ടെങ്കിലും അത് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് പറയുന്നത് ഇതിൽ എനിക്കൊന്ന് ഇതിലേതെങ്കിലും ഒന്ന് ഫില്ലായിട്ടുണ്ട്, അതുകൊണ്ടാണ് ലിസ്റ്റ് തീർന്നു. എല്ലാവരും എടുത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. 2 എണ്ണം ഏതെങ്കിലും LPയോ HIയോ LDCPയോ LV ഏതെങ്കിലും ആയിരിക്കും. ഓക്കെ, 197 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. 162ാമത്തെ റാങ്കുകാരന് ഓപ്പണിൽ ഇതുവരെ അഡ്വൈസ് പോയി. LPയിലേക്ക് എത്തുമ്പോൾ അത് 250 ആണ്. 250 ഇതുവരെ വന്നിരിക്കുന്നത്. 9 എണ്ണം ഫില്ല് ചെയ്യാതെ കിടക്കുകയാണ്. കാരണം അതും ഇതുപോലെ എനിക്ക് ഒന്നുകിൽ LDCP ആയിരിക്കും, അല്ലെങ്കിൽ ST ആയിരിക്കാം. അതിന് NC വിജ്ഞാനമായിട്ട് വരും. ഓക്കെ, അപ്പോൾ 207ാമത്തെ റാങ്കുകാരന് കൂടി ഇവിടെ ജോലി അഡ്വൈസ് പോയിട്ടുണ്ട് ഓപ്പണിൽ. ഓക്കെ, ഇതാണ് LP പാലക്കാട്. ഇനി മലപ്പുറത്തേക്ക് വരിക. UPയുടെ കട്ട് ഓഫ് 66.33 ആണ്. എത്രയാണ്? 66.33. അതിൽ നോക്കുക, നിങ്ങൾ മലപ്പുറത്തെ മെയിൻ ലിസ്റ്റിൽ 645 പേരാണ് ആകെ ഉള്ളത്. നിങ്ങൾ നോക്കുക, 645 പേർ. 1000ന്റെ അടുത്ത് അല്ലെങ്കിൽ 900ന് മുകളിൽ ആളുകളെ ഉൾക്കൊള്ളിച്ചിരുന്ന ഒരു ലിസ്റ്റ് വെട്ടിച്ചുരുക്കി 645 ആക്കിയെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി അങ്ങോട്ടേക്ക് എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്ന്. ഓക്കെ, സപ്ലിമെന്റിൽ 685, ആകെ 1330 പേരാണ്. LP എടുത്തു കഴിഞ്ഞാൽ 45.67, 1553 പേര് മെയിൻ ലിസ്റ്റിലും 1513 പേര് സപ്ലിമെന്റിൽ, 3066 പേര് LPയിലുണ്ട്. ഓക്കെ, നോക്കാം, ഇതുവരെ 394 അഡ്വൈസ് മാത്രമാണ് മലപ്പുറം ജില്ലയുടെ UPSA ഇതിൽ നടന്നിരിക്കുന്നത്. അതായത് 900ന് മുകളിൽ നിയമനം നടന്നുകൊണ്ടിരുന്ന ഒരു ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത്. ആ ജില്ലയിലാണ് നിങ്ങൾ നോക്കുക, ഏകദേശം എത്ര 500ന് മുകളിൽ 500+ നിയമനങ്ങൾ നടന്നിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 394 പേർക്കാണ് ആകെ ഇതുവരെ. ഇനി 9 മാസമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അതുവരെ നടത്തിയിരിക്കുന്നത് 394 അഡ്വൈസ് മാത്രമാണ്. 311ാമത്തെ റാങ്കുകാരനാണ്, ഓപ്പൺ കാറ്റഗറിയിലുള്ള വ്യക്തിക്കാണ് ഇതുവരെ ജോലി ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി മലപ്പുറം LP നോക്കിയാൽ 1155 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. മലപ്പുറം LP 1155 പേർക്ക് എന്താണ് ഇവിടെ മലപ്പുറം LP കിട്ടിയിട്ടുണ്ട്. 946ാമത്തെ റാങ്ക് നേടിയ ഓപ്പൺ കാറ്റഗറിക്കാരന് കൂടി അവിടെ അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി കോഴിക്കോടേക്ക് വന്നാൽ അവിടെയും 66.33 കട്ട് ഓഫ്. കോഴിക്കോടും 66.33. മെയിൻ ലിസ്റ്റിൽ 526 പേരുണ്ട്. 526 പേർ. സപ്ലിമെന്ററി ലിസ്റ്റിൽ 556 പേർ. ആകെ 1082 പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് UPSA. LPയിലേക്ക് വരുമ്പോൾ അത് 45.33 കട്ട് ഓഫ്. 606 പേർ മെയിൻ ലിസ്റ്റിലും 583 പേർ സപ്ലിമെന്ററിയിലും, ആകെ 1189 പേർ. 66.33, 45.33 കോഴിക്കോട്. നോക്കുക, കോഴിക്കോട് ഇതുവരെ UP 312 അഡ്വൈസ് പോയിട്ടുണ്ട്. കോഴിക്കോട് ഇതുവരെ 312 അഡ്വൈസ് പോയിട്ടുണ്ട്. നോക്കുക, 3 എണ്ണം എന്താണ് അൺഫീൽഡ് ടേൺ ആയിട്ട് കിടക്കുന്നുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക. 247ാം റാങ്ക് നേടിയ ഓപ്പൺ കാറ്റഗറിക്കാരന് കൂടി അവിടെ ജോലി അല്ലെങ്കിൽ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. LPയിലേക്ക് വരുമ്പോൾ അത് 442 ആണ്. LPയിലേക്ക് വരുമ്പോൾ അത് 442 ആണ്. അതിൽ 14 DA ടേൺ ഫില്ല് ചെയ്യാതെ കിടക്കുന്നുണ്ട്. ഒരു NCA ടേണും 4 NCA നോട്ടിഫിക്കേഷൻ കിടക്കുന്നുണ്ട്. അത് ഒഴിവാക്കി 442 അഡ്വൈസ് വന്നിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ 340ാമത്തെ റാങ്കുകാരന് ജോലി ലഭിച്ചിട്ടുണ്ട്. ഇവിടെ കോഴിക്കോട്. വയനാട്ടിലേക്ക് വന്നാൽ 62.33 കട്ട് ഓഫ്. 62.33 ആണ്. മെയിൻ ലിസ്റ്റിലാകെ 124 പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സപ്ലിമെന്ററിയിൽ 146, ആകെ 270 പേർ. ഇവിടെ UPയിൽ 270 പേരാണ്. കട്ട് ഓഫ് 62.33. ഇനി LPയിലേക്ക് വന്നാൽ വയനാട് LP 42 കട്ട് ഓഫ്. 152 പേർ മെയിൻ ലിസ്റ്റിലും 158 പേർ സപ്ലിമെന്ററി ലിസ്റ്റിലും, ആകെ 310 പേർ. LP 42 വയനാട്. നോക്കാം,
വയനാട് UP-യിൽ ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത് 66 പേർക്കാണ്. 2 വർഷങ്ങൾ കഴിഞ്ഞിട്ടും 66 പേർക്കാണ് ഇതുവരെ ഇവിടെ നിയമനങ്ങൾ നടന്നത്. ഇനി 9 മാസമാണ് ആകെ റാങ്കിന്റെ കാലാവധി എന്ന് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. നോക്കുക, അതിൽ 45ാമത്തെ റാങ്ക് നേടിയ ഓപ്പൺ കാറ്റഗറിക്കാരനാണ് ഏറ്റവും അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത്. ഇനി LP നമുക്ക് LP നോക്കിയാൽ 92 അഡ്വൈസ് ആണ് ടോട്ടൽ പോയിരിക്കുന്നത്. വയനാട് LP 92 അഡ്വൈസ് ആണ് ടോട്ടൽ പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതിൽ 68ാമത്തെ റാങ്ക് നേടിയ ഓപ്പൺ കാറ്റഗറിക്കാരനാണ് അവസാനമായി അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി കണ്ണൂരിലേക്ക് വന്നാൽ കട്ട് ഓഫ് 65 കട്ട് ഓഫ് 65 UP കണ്ണൂർ. 269 പേര് മെയിൻ ലിസ്റ്റിലും 290 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലുമുണ്ട്. ആകെ 559 പേർ. 269 പേര് മെയിൻ ലിസ്റ്റിൽ, 290 പേര് സപ്ലിമെന്ററി, ആകെ 559 പേരാണ്. 65 UP-യുടെ കട്ട് ഓഫ്. LP-യുടേത് 46.67, LP-യുടേത് 46.67. മെയിൻ ലിസ്റ്റിൽ 200 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 211 പേരും. ആകെ 411 പേര് എന്താണ് കണ്ണൂർ ജില്ലയുടെ LP-യിലും ഇടം പിടിച്ചിട്ടുണ്ട്. നോക്കാം, കണ്ണൂർ ജില്ലയിൽ ഇതുവരെ UP-യിൽ 166 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. 166 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് ഓർക്കുക. ഓപ്പൺ കാറ്റഗറിയിലുള്ള 118ാമത്തെ റാങ്കുകാരനാണ് ഓപ്പൺ ടേണിൽ ജോലി ലഭിച്ചിരിക്കുന്നത്. LP-യിലേക്ക് വന്നാൽ അവിടെയും 144 പേർക്ക് LP-യിൽ നിയമനം ലഭിച്ചിട്ടുള്ളൂ. കണ്ണൂർ ജില്ലയിൽ 144 പേർക്കാണ് LP-യിൽ നിയമനം ലഭിച്ചിരിക്കുന്നത്. ഇനി ആകെ 5 മാസമാണ് കാലാവധി. 83ാമത്തെ റാങ്കിന്റെ വ്യക്തികളാണ് ഓപ്പൺ ടേണിൽ പോയിരിക്കുന്നത്. ഓക്കെ, ഇനി കാസർഗോഡേക്ക് വന്നാൽ 62 കാസർഗോഡ് ജില്ലയുടെ കട്ട് ഓഫ്. 62. മെയിൻ ലിസ്റ്റിൽ 558 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 600 പേരുമുണ്ട്. ആകെ 1158 പേരാണ് കാസർഗോഡ് ജില്ലയുടെ UP ലിസ്റ്റിൽ. LP-യിലേക്ക് വന്നാൽ 44.67 കട്ട് ഓഫ്. 44.67 കാസർഗോഡ് LP കട്ട് ഓഫ്. മെയിൻ ലിസ്റ്റിൽ 505 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 510 പേരും. ആകെ 1015 പേരാണ് കാസർഗോഡ് LP. നോക്കാം, ഇതുവരെ കാസർഗോഡ് UP-യിൽ 353 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. കാസർഗോഡ് UP 353 ടോട്ടൽ നിയമന അഡ്വൈസ് പോയിട്ടുണ്ട്. ആകെ 256ാമത്തെ റാങ്ക് കിട്ടിയ ഓപ്പൺ ടേണിൽ ആണ് പോയിരിക്കുന്നത്. 256ാമത്തെ ആളാണ് ഓപ്പൺ ടേണിൽ പോയിരിക്കുന്നത്. LP-യിലേക്ക് വന്നാൽ അവിടെ 391 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതുവരെ 391 നിയമനങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട്. ഇനി 5 മാസമാണ് കാലാവധി. 261ാമത്തെ റാങ്കുകാരനാണ് ഓപ്പൺ ടേണിൽ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ പ്രധാനമായി നോക്കുന്നത്. അതായത് 14 ജില്ലകളുടെ LP-യും UP-യും അതിന്റെ കട്ട് ഓഫ്, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ആളുകളുടെ എണ്ണം, നിലവിലെ ഇതുവരെ എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ക്ലാസ്സുകളും കാര്യങ്ങളും ഡിസംബർ 25-ാം തീയതി ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്നുണ്ട്. ടൈം ടേബിൾ അല്ലെങ്കിൽ സമയമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഒരു ഇതൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും ടെലിഗ്രാം ചാനലുമായിട്ടാണ് ലഭിക്കുന്നത്. യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ 10th പ്രിലിംസ്, മെയിൻസ്, ഡിഗ്രി ലെവൽ പ്രിലിംസിനൊക്കെ ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ, അതായത് ഫ്രീ ക്ലാസ്സുകളും PDF നോട്ടുകളൊക്കെ ലഭിക്കാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്